അയാൾ ഒരു ബിസിനസ്മാനെ 100ാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് അദ്ദേഹം പുതുതായി വാങ്ങിയ പൂച്ചയുടെ ബോഡിയിൽ കയറുന്നു. അത് തന്റെ ഫാമിലി അറിയിക്കുന്നതിനായി ഒരു പേന വെച്ച് എഴുതാൻ ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹം എത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അവസാനം അത് കുത്തിവരച്ചതുപോലെ ഇരിക്കുന്നു. അതിനുശേഷം വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് തന്റെ ID കാർഡ് കൊണ്ടുവന്ന് വൈഫിന്റെ മുന്നിലിടുന്നു. നോക്കുമ്പോൾ അത് കളിക്കാൻ വിളിക്കുകയാണെന്ന് വിചാരിച്ച് വൈഫ് ആ ID കാർഡ് എടുത്തിട്ട് ഡോർ ലോക്ക് ചെയ്യുന്നു. അടുത്ത ദിവസം കാറ്റിന് കൊടുക്കുന്ന ഫുഡ് ഇഷ്ടമാവാതെ അത് കഴിക്കാതിരിക്കുന്നു. അതുകൊണ്ട് കാറ്റിനെ പരിശോധിക്കുന്നതിനായി അതിനെ വാങ്ങിയ പെറ്റ് ഷോപ്പിന്റെ ഓണറിനെ വരുത്തുന്നു. അതിനുശേഷമാണ് ആ പെറ്റ് ഷോപ്പ് ഓണർ ഒരു സാധാരണക്കാരനല്ലെന്ന് മനസ്സിലാവുന്നത്. അയാൾ ഇദ്ദേഹം വീണ്ടും പഴയ രൂപത്തിലേക്ക് മാറണമെങ്കിൽ ചെയ്ത തെറ്റെല്ലാം പൂച്ചയുടെ രൂപത്തിൽ തന്നെ തിരുത്തണമെന്ന് പറയുന്നു. അന്നു മുതൽ ആ ബിസിനസ്മാൻ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു നല്ല പൂച്ചയായി മാറുന്നു. അപ്പോൾ ഒരു ദിവസം വൈഫ് ഫോണിൽ സംസാരിക്കുന്നത് കേട്ട് സംശയം തോന്നി അവൾ അറിയാതെ കാറിനകത്ത് കയറുന്നു. അവിടെ പോയി നോക്കുമ്പോൾ വൈഫ് വേറൊരാളോട് ക്ലോസ് ആയി ഇടപഴകാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. ദേഷ്യം വന്നയാൾ അയാളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ കുറച്ചുനേരം കഴിഞ്ഞാണ് അവനൊരു റിയൽ എസ്റ്റേറ്റ് ഓണറാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹം ആവശ്യമില്ലാതെ സംശയിച്ചെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതിനുശേഷമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ പറയുന്നത്. അദ്ദേഹം എപ്പോഴും ബിസിനസ്സിനായി സമയം കളഞ്ഞ് ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാവുന്നത്.